എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇന്നൊരു ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ അട്രാക്ഷൻ മാങ്ങയാണ്, ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ ഞാൻ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഉപ്പിലിട്ട മാങ്ങ വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏതായാലും കാന്താരി മുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ ചേർത്തൊരു ചമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. 2 കുഞ്ഞുള്ളി എടുത്തു വെച്ചു, അത് ഇതിലേക്ക് ഇട്ടു. പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, അതും ഒന്ന് നുറുക്കി ചേർത്തു. മിക്സി കേട് വരണ്ടല്ലോ എന്ന് കരുതിയ നുറുക്കി ചേർത്ത്. പിന്നെ കാന്താരി മുളക്, കറിവേപ്പില, ഈ മാങ്ങ ഒന്ന്. ഇത് അധികം മൂത്ത മാങ്ങയല്ല, ഉപ്പിലിട്ട കണ്ണിമാങ്ങ, കുറച്ച് വലുതായ കണ്ണിമാങ്ങ തന്നെയാണ്. അത് മാത്രമേ എനിക്ക് കഴിഞ്ഞ തവണ ഉപ്പിലിടാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കാന്താരി മുളകും തേങ്ങയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. പിന്നെ ഇത് അരക്കുമ്പോൾ നമ്മൾ ഉപ്പിടേണ്ട കാര്യമില്ല, കാരണം ഉപ്പിലിട്ട മാങ്ങയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആ ഉപ്പിലിട്ട മാങ്ങേൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിലിട്ട മാങ്ങേൻ്റെ വെള്ളം പിന്നെ കറിക്ക് പകരം കഞ്ഞിയിലൊക്കെ ഒഴിച്ചിട്ട് കാന്താരി മുളക് കുഴച്ച് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഏതായാലും ഇന്നിപ്പോൾ ഈ ചമ്മന്തിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തു, ഉപ്പിലിട്ട മാങ്ങേൻ്റെ കുപ്പിയിലുള്ള വെള്ളം. അപ്പം പിന്നെ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം നോക്കാം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്തായാലും അതീവ രുചികരമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു സമ്പത്താണെന്ന് തന്നെ പറയാം. ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങയും അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയും. ഇനിയിപ്പോൾ ഇതപ്പം മാങ്ങ അത്യാവശ്യം പൂത്തൊക്കെ കാണുന്നുണ്ട്. ഇനി അടുത്ത മാങ്ങാക്കാലത്തേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. ഏതായാലും ഈ ചമ്മന്തി ഒന്ന് ഉപ്പിലിട്ട മാങ്ങ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഇതൊക്കെ. പല തരത്തിലുള്ള ചമ്മന്തി നമ്മൾ ഉപ്പുമാങ്ങ ചേർത്ത് ഉണ്ടാക്കൂലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അന്ന് ഉണക്കമുളക് ചേർത്താണ്. ഇതിപ്പോൾ കാന്താരി മുളക് ചേർത്താണ്. അങ്ങനെ ഓരോരോ തരത്തിൽ ചമ്മന്തി തന്നെ എത്ര വിധം ചമ്മന്തി നമുക്കുണ്ടല്ലേ. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും ആരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, വേറെ എന്തൊക്കെയാണ് ചേർക്കുന്നത്. എന്ത് ചേർത്താലും കുക്കിംഗ് നമ്മുടെ രുചിമുകളങ്ങൾക്ക് താല്പര്യത്തിലുള്ളതായിരിക്കണം കുക്കിംഗ്. ഓരോരുത്തരുടെ രുചിയും ഓരോന്നായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.